കാരണവരെ വേമ്പൂരുകാരെ എന്തെങ്കിലും വിവരം തന്നോ? ഇല്ല ഇല്ല ഇല്ല. വേമ്പൂരുകാരെന്തെങ്കിലും വിവരം ചോദിച്ചോ? ഇല്ലല്ലോ. ഇല്ലേ? നിങ്ങളാരും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അല്ല, ഇങ്ങോട്ട് വന്നേ. വിൽക്കുന്നുണ്ട്, പോയി നോക്കാം. എല്ലാവരും വരും, കാണാൻ വരൂ. നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് കട്ടിവീരും ചേരപ്പാമ്പും നല്ല പാമ്പുമാണ്. നോക്കി നിൽക്കാതെ എല്ലാവരും വരും. നിങ്ങൾക്ക് ഒരു നല്ല കാഴ്ച കാണിച്ചു തരാം. വരൂ, എല്ലാവരും വരൂ. വാടാ എന്റെ കുട്ട, വാ വാ വാ. ചേട്ടത്തിയെ, ഇത് വെച്ചിട്ട് കുറച്ച് കൂളെടുക്കും. ആയിക്കോട്ടെ. വാടാ വന്ന് ഉമ്മതാടാ. കൊത്തല്ലേ ഉമ്മതാ. ചെറിയവനെ കണ്ടില്ലേ? അമ്മച്ചി ഈ മുയലിനെ കൂടി പിടിച്ചിട്ട് കുറച്ച് കൂളിങ് അമ്മേ. ശരി ഇതാ. ഒന്നിങ്ങോട്ട് പെട്ടെന്ന് എടുക്കേ. അറിയാതെ പറ്റിയല്ലേ ചേട്ടാ, അതിനിങ്ങനെ തുറിച്ചു നോക്കണു. വെറ്റിലയോ? നാക്കിന് വല്ല തരിപ്പി ചേട്ടാ. ഞാനൊരു വെറ്റിലെടുക്കണേ. കുറച്ച് നല്ല വെറ്റിലെടുത്ത് വെച്ചുകൂടെ? വെറും വെറ്റില വെച്ചാൽ ഒരു രസമില്ല ചേട്ടാ. അതുകൊണ്ട് ഞാൻ കുറച്ച് ചുണ്ണാമ്പുഴ എടുക്കാണേ. അപ്പൊ ശരി ചേട്ടാ. ചേട്ടാ സൂക്ഷിച്ചിരിക്കണേ, ആ പാമ്പുകൾ എങ്ങനെ വന്നാൽ പണിയാകും. ഞാൻ പടിഞ്ഞാട്ടുന്നാ ചേട്ടാ. എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ പറയും. വേമ്പൂരിന്നല്ലേ വരുന്നേ? ആ തന്നെ. നിന്റെ നാട്ടുകാരനെ ഇപ്പൊ വന്ന് വിവരം അറിഞ്ഞു പോയത്. നമ്മുടെ നാട്ടുകാരൻ അവൻ എനിക്ക് തൊട്ട് മുന്നേ വന്നവനാ. കാര്യം പറയേ. കാര്യം എന്ന് വെച്ചാ മാണിക്കന്റെ വീടാ. മാണിക്കന്റെ വീട് വെച്ചിട്ടുണ്ടോ? വാ 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 വാ. വെറ്റില എന്റെ കയ്യിൽ കിട്ടിയടാ. എടിയേ വേഗം വാ, നടയടയ്ക്കാൻ സമയമായി. ഒന്ന് അകത്തേക്ക് കയറി ഇരിക്കുക. അയ്യോ ചേട്ടാ, വണ്ടി നിർത്തി. ഓർക്കണം തമ്പുരാനെ, ഞാൻ അടുത്ത ഗ്രാമത്തിൽ കാവല് നിൽക്കാൻ പോവാണ്. ഇപ്പോഴാണ് തമ്പുരാന്റെ വീട് കണ്ടത്. മരം വീടിനേക്കാളും വളർന്നിട്ടുണ്ട്. സൂക്ഷിക്കണം തമ്പുരാനെ, മരത്തിൽ കൂടെ കള്ളന്മാര് കയറും. ശരി, ഞാൻ വെട്ടാൻ പറയാം. നീ കഴിച്ചിട്ട് പോവാ. ശരി തമ്പ്ര. താൻ വണ്ടി എടുക്കണോ? പോട്ടെ. സന്തോഷത്തോടെ പോയിട്ട് വരും. പോയിട്ട് വരും.
എന്താ കളിയാക്കാണ്? ഇറച്ചി അടുപ്പത്ത് വേവും. കഴിഞ്ഞതാടാ. ചേട്ടാ, ചേട്ടനായിരുന്നോ? ആ എന്താ ചേട്ടൻ കക്കാൻ വന്നാണോ? ആ, ഈ വീട്ടിൽ കയറണ്ട ചേട്ടാ. അകത്തൊടുത്ത് കെട്ടി തൂങ്ങി കിടക്കുക. വേറെ ഏതെങ്കിലും വീട്ടിൽ പോവാം, വാ. ചേട്ടാ, നേരെ വിളിക്കുമ്പോ വേറെ വീട്ടിൽ പോവാം. എന്തിനാടാ വേമ്പൂരിന്? വേമ്പൂരിന്റെ പേരിലാണോടാ കക്കാൻ എന്താ നടക്കുന്നത്? ചേട്ടൻ ആ പേരും പറഞ്ഞ് കക്കാൻ പോവാണോ? നീ എന്താ കളിക്കാൻ നിക്ക? ഞാൻ വേമ്പൂരുകാരനാടാ. ഓ, അപ്പൊ ചേട്ടൻ വേറെ പേരും പറഞ്ഞ് കക്കണം. ചേട്ടാ, ചേട്ടാ, അയ്യോ, അഴിച്ചു വിടി ചേട്ടാ. അയ്യോ, എന്നെ ഉറുമ്പ് കടിക്കുന്നു ചേട്ടാ. ചേട്ടാ, ചേട്ടാ, ഈ അനിയനോട് അല്പം ദയവ് കാണിക്കും ചേട്ടാ. ചേട്ടാ, അഴിച്ചു വിടി ചേട്ടാ. ചേട്ടാ, അഴിച്ചു വിടി ചേട്ടാ. ചേട്ടാ, ചേട്ടാ, ഉറുമ്പ് കടിക്കുന്നു ചേട്ടാ. ചേട്ടാ, അയ്യോ, അയ്യോ, ചേട്ടാ, അഴിച്ചുവിട്, അഴിച്ചുവിട്. അയ്യോ ചേട്ടാ, അഴിച്ചുവിട് ചേട്ടാ. ഞാനിവിടെ കിടന്ന് അലറുന്നു, കാഴ്ചയോട് നോക്കിയിരിക്കുന്നുണ്ടോ? അയ്യോ ചേട്ടാ, ചേട്ടാ. എടോ ശിവന്റെ ജട വെച്ചവനെ, വന്ന് അഴിച്ചുവിട്. എടോ പാടോ, നിനക്കെന്താ വട്ട? എറുമ്പെല്ലാം വന്ന് കടിച്ചു കഴിച്ച് ശരീരം തടിച്ച് പൊങ്ങുന്നു അറിയില്ലേ? കഞ്ഞി കുടിക്കാൻ പറ്റത്തില്ല ചേട്ടാ, വന്ന് അഴിച്ചു വീട്. വീരുകൂടി പടത്തുനിന്ന് മോഷ്ടിച്ച ആഭരണങ്ങൾ എവിടെടാ വെച്ചിട്ടുള്ളത്? സത്യം പറയടാ. കട്ട മുതൽ ആരെങ്കിലും കൈ വെച്ചിട്ട് കറങ്ങി നടക്കോ ചേട്ടാ? കട്ടകൾ എപ്പോഴും ശുദ്ധമായിരിക്കണം എന്നല്ലേ പറയാറ്? അന്ന് നടന്നതിനെ പറ്റി ഇന്നാണ് ചോദിക്കുന്നത്. ചേട്ടാ, ഒന്ന് അഴിച്ചു വിട്. കട്ട മുതൽ വിറ്റ് തന്നെ അത് നിന്റെ ഭാര്യയുടെ കെട്ടുതാലിയൊന്നുമല്ല, മഹാറാണിയുടെ വൈരമാലയാ. വിൽക്കാൻ കൊണ്ടുപോയിരുന്നെങ്കിൽ നിന്റെ തല വെട്ടിയിട്ടുണ്ടോ? എവിടെയാണെന്ന് പറയടാ. എനിക്കറിയില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ വരും ചോദിച്ചോണ്ടിരിക്കാണോ? എടോ, വന്ന് അഴിച്ചുവിട്. അഴിച്ചുവിട്ടില്ലെങ്കിൽ ഞാൻ ഈ മരത്തിനെ പൊക്കിക്കൊണ്ടോ? എന്നെ പറ്റി അറിയില്ല. ഇങ്ങോട്ട് വാടോ. ചോദിച്ചത് കേട്ടില്ലടാ. പറയടാ, എവിടെയാന്ന് പറ. പറയടാ, എവിടെ വെച്ചു? പാമ്പ് ചേട്ടാ, ചേട്ടാ, പാമ്പ് ചേട്ടാ, 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 പാമ്പ് ചേട്ടാ, ചേട്ടാ, അതിങ്ങോട്ട് വരുന്നു ചേട്ടാ. ചേട്ടാ, അഴിച്ചുവിട്. അയ്യോ, ആ ആഭരണങ്ങൾ എവിടെ വെച്ചിരിക്കുന്നത് പറ, എന്നിട്ട് അയച്ചുവിടാ. നല്ല ആളാ ചേട്ടൻ. കെട്ടഴിച്ചിട്ടല്ലേ എടുത്തോണ്ട് വരാൻ പറ്റത്തുള്ളൂ. ചേട്ടാ, ചേട്ടാ, പാമ്പ് കടിച്ച പിന്നെ ഒന്നും നടക്കില്ല ചേട്ടാ. ചേട്ടാ, പാമ്പ്, പാമ്പ് ചേട്ടാ, എല്ലാം എടുത്ത് തരാം ചേട്ടാ. ചേട്ടാ, അഴിച്ചുവിട്. അയ്യോ, ചേട്ടാ, പാമ്പ് വരുന്നു. അയ്യോ, അയ്യോ ചേട്ടാ.
നടക്ക് ദാ, കുത്തി നുറുക്കുന്നു. നടക്കടാ. വേഗം എടുക്കടാ, അല്ലെങ്കിൽ ഞാൻ കൊത്തി നുറുക്കും. എടാ, ഇതാണോ നിന്റെ ആഭരണപ്പെട്ടി? ഇതിലേതോ അവരെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എടുത്തു. വെറുതെ വന്നേക്ക്. കട്ടോണ്ട് വന്നതൊക്കെ കളിമണ്ണ് ഉരുണ്ടയാക്കി വെച്ചിരിക്കാണല്ലോ. എന്തുമാത്രം ഉരുണ്ടകളാണത്. അയ്യോ, എടാ, നീ എന്തൊരു വിവരം കേട്ട കള്ളനാടാ. കട്ടിൽക്കാൽ വെള്ളിക്ക് മുമ്പേ നീ എന്തിനാടാ കക്കാൻ ഇറങ്ങിയത്? വെള്ളി നോക്കി വീട്ടിൽ ഇരുന്ന വേല നടക്കൂലേ ചേട്ടാ. കുറച്ചു മുമ്പ് നീ പോയിരുന്നെങ്കിലേ തൂങ്ങിച്ചത്തോട് നിന്നെ കണ്ടിട്ടുണ്ടാവും, പകരം നിന്നെ തൂക്കിയെന്ന്. ശരിയാണല്ലോ പറഞ്ഞത്. ഇങ്ങനെയാണ് ഓരോ പ്രാവശ്യവും തെറ്റ് സംഭവിക്കുന്നത് ചേട്ടാ. ചേട്ടാ, അതെന്താ ഈ കട്ടിൽക്കൽ വെള്ളി? ചേട്ടാ പറഞ്ഞിട്ട് തിന്ന്. ഒന്ന് രാത്രി പറ ചേട്ടാ. 3 കട്ടിൽക്കാൽ വെള്ളി വരും. മനുഷ്യൻ ചത്ത പോലെ ഇറങ്ങണ സമയം അത്. ആ സമയത്ത് കക്കാൻ ഇറങ്ങണാണ് നല്ലത്. ഒരു പോർലൂല ഏൽക്കാണ്ട് കട്ടിട്ടിങ് വരാം. തലയ്ക്കകത്ത് വല്ലതും വേണ്ട. എന്തൊരു കഷ്ടോ. എന്തെങ്കിലും പറഞ്ഞത് വെച്ച് കാത് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു. ഭഗവാൻ ഒരു വഴിപാടും കൂടെ അർപ്പിച്ചതാ. വളരെ മോശമാണ് ചേട്ടാ. ചേട്ടാ അല്ല, ആ വീട് നടത്തിയെന്ന് മരം വെട്ടിയത് ചേട്ടനല്ലേ? എന്താണ് തുപ്പുന്നെ? എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഇങ്ങനൊരു പണി കാണിച്ചു വെച്ചില്ലേ? എല്ലാ ചില്ലയിലും കാക്ക ചന്നം പിന്നെ കൂട് കെട്ടി വെച്ചിരിക്കുകയായിരുന്നു. അതേ കയറി കഴിഞ്ഞാൽ എല്ലാം കൂടെ ശബ്ദം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചതാ. ആനി എന്റെ സൗകര്യത്തിന് വേണ്ടി വെട്ടി മാറ്റിയല്ലേ? ശരി പോട്ടാ, ആനയ്ക്ക് തന്നെ അടിതെറ്റും, പിന്നല്ലേ മനുഷ്യൻ. ഒന്ന് വിടറേ. ആ എടാ, കക്കാൻ ഇറങ്ങിയ പിന്നെ എന്തെങ്കിലും കൊണ്ടുവരണ്ടാ. നീ എന്താ വെറും കൈ അവിടെ തിരിച്ചു വന്നേ? അതാണോ ചേട്ടാ? അകത്തൊരുത്തി തൂങ്ങി ചത്ത് കിടന്നപ്പോ കക്കണ്ടെന്നങ്ങ് വിചാരിച്ചു. അഥവാ കട്ടിരുന്നെങ്കിൽ വേമ്പൂരിന്റെ പേര് മോശമാവില്ലേ? നമ്മൾ ദ്രോഹിക്കുന്നവരുടെ രഹസ്യം തുറന്നു പറഞ്ഞാൽ നാളെ നമുക്ക് പണിയാവില്ലേ? അതുകൊണ്ടാ ചേട്ടാ. അപ്പൊ ശരിയേട്ടാ, ചേട്ടനെ കണ്ടല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി എവിടെയെങ്കിലും കക്കാൻ പോകുമ്പോ കണ്ടുമുട്ടും. മിക്കവാറും ആ ഗ്രാമത്തിൽ വെച്ച് തന്നെ കണ്ടുമുട്ടും. വരട്ടെ ചേട്ടാ. ആ ശരിയടാ. മുരുകാ. ഇനി എന്താ ചേട്ടൻ പറഞ്ഞ എല്ലാം എടുത്ത് ഞാൻ തന്നില്ലേ? എന്റെ കൂടെ നീ കക്കാൻ വരുന്ന? ചേട്ടൻ ഇത്രയും കാര്യമായിട്ടൊക്കെ പറയുമ്പോ എനിക്കും ആഗ്രഹം തോന്നി ചേട്ടാ. പക്ഷെ നാട്ടുകാരുടെ കാര്യം ഓർക്കുമ്പോ മാത്രം കുറച്ച് പേടിയൊക്കെ തോന്നുന്നു. ഞാനുണ്ടാ, ധൈര്യമായിട്ട് വാ. ആ നക്ഷത്രമില്ലേ, അത് തെളിയുമ്പോ നീ കക്കാൻ പോയ സ്ഥലത്തുനിന്ന് തിരിച്ചു വരണം. കക്കുന്നതിന് ഇത്രയും കാര്യമൊക്കെ ഉണ്ടോ? കള്ളന്മാര് നേരവും കാലവും ദിശയും എല്ലാം നോക്കണം.